നല്ല ഏലക്കായിട്ട് ചായ. ഏലക്കായിട്ട് ചായ അല്ലേ? രസാക്കിട്ട് വാങ്ങാം. ഹായ് ആശാന് വേണ്ടി. അപ്പോൾ സുഹൃത്തുക്കളെ സമയം 8 മണി കേട്ടോ. ഇവിടെ നടക്കുന്ന ഒരു കല്യാണ പരിപാടിയോ കാര്യങ്ങളൊന്നുമല്ല, ഒരു പക്ക ഒരു ബിരിയാണി ചലഞ്ചാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു റോഡ് വരികയാണ്. ആ റോഡ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അതായത് റോഡ് വരുമ്പോൾ ഒരുപാട് ആളുകളുടെ വീടും പറമ്പൊക്കെ എടുക്കേണ്ട ഒരു സ്ഥിതിയാണ് റോഡ് വീതി കൂട്ടാൻ. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുടെ സ്ഥലമൊക്കെ എടുക്കുമ്പോൾ നമുക്കത് മതിലും കാര്യങ്ങളും കെട്ടിക്കൊടുക്കണം. അത് ജില്ലാ പഞ്ചായത്ത് കെട്ടിക്കൊടുക്കില്ല, അത് നമ്മൾ കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫണ്ടും കാര്യങ്ങളും കണ്ടെത്തണം. അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങളുടെ മനസ്സിൽ വന്നത്. ഇത് മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിൽ 14-ാം വാർഡിലെ കാരുണ്യ ക്ലബ്ബ് നടത്തുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ ഏകദേശം സമയം 11 മണിയായിട്ടോ. ഇപ്പോൾ ഞങ്ങൾ പരിപാടി തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കയ്യും കാലൊക്കെ കരി പിടിച്ചിരിക്കുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഫുഡും പരിപാടിയും എല്ലാ പരിപാടികളും സെറ്റപ്പാക്കി ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം രാവിലെ 7:45. ഒരു സൈഡിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെക്കന്മാരുടെ പരിപാടിയും വർത്താനം കൂട്ടങ്ങളൊക്കെ നടക്കുന്നുണ്ടുമുണ്ട്. പാക്കിങ് കാര്യങ്ങളും അതും നടക്കുന്നുണ്ട്. ഈ ചാലഞ്ചിൻ്റെ 75% സ്പോൺസർഷിപ്പാട്ടോ. അതായത് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയാൽ നമുക്ക് പൈസ കണ്ടെത്താനൊന്നും കഴിയില്ല. അതുപോലെ നമുക്ക് ഏകദേശം മതിലെ കെട്ടിക്കൊടുക്കാൻ 3 ലക്ഷം രൂപത്തോളം ചിലവുണ്ട് കേട്ടോ. അതൊന്നും ഈ ഒരു ചാലഞ്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഏകദേശം ഒരു പകുതി പൈസ മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ബാക്കി 1.5 ലക്ഷം റുപ്യക്ക് വേറെ വഴി നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് നല്ല ആവശ്യമുള്ളൊരു കാര്യമാണ്. അവന് സ്ഥലം വിട്ടുകൊടുക്കാൻ ആളുകൾ റെഡിയാണ്. കാരണം അവർക്ക് മതിൽ നമ്മൾ കെട്ടിക്കൊടുക്കണ്ടേ, അതൊരു മോശമായ കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ നാട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ ബിരിയാണി ചലഞ്ച് നടത്തും. അടുത്തതായിട്ട് വേറെ എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലും കളി നടത്തി എന്തായാലും ഞങ്ങൾ പൈസ വേറെയും വകുപ്പ് ചെയ്ത് കണ്ടെത്തി എല്ലാവരും മതിൽ ഞങ്ങളത് സെറ്റപ്പാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും വീട്ടിലെത്തിച്ച് കൊടുത്ത് ബാക്കിയുള്ള ചോറൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ വിശേഷം കേട്ടോ. PJ ട്രാവൽ.